ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ബിനീഷാണ്. എടാ ചേട്ടാ, റിസ്ക് എടുക്കാൻ തയ്യാറാണോ? റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ ഒരു സ്ഥലം കാണാനായിട്ട് നിങ്ങൾക്ക് വരാം. ഇത് എവിടെയാണെന്നല്ലേ, അത് സസ്പെൻസാ. വായോ, കാണിച്ചു തരാം. മതി തിരിച്ചു കയറിയാ മതി പോയത് മതി. വാ, എന്താ പ്രത്യേകത പറ. പ്രത്യേകത എന്താണെന്നോ, ഇതാണെങ്കിലേ പണ്ട് ഭയങ്കര വലിയ കൂറ്റം പാറകളായിരുന്നു. ആ പാറയെല്ലാം പൊട്ടിച്ച് ഇപ്പം മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ നിങ്ങൾ നോക്കി കാണിച്ചു കൊടുത്താലോ? പിന്നെന്താ, വായോ. അപ്പൊ എല്ലാരും വായോ, ഇത് കണ്ട് നെട്ടാനായിട്ട് എല്ലാരും വായോ. കമോൺ, വാ നമുക്ക് പോകാം. ഇത് കണ്ടോ എന്തൊരു സൂപ്പർ ആണ് നോക്കി. ഞാൻ ആ പാറയിലോട്ട് കയറാം. സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പേടിയുണ്ട് കേട്ടോ. ഞാൻ പാറയിലൊക്കെ അങ്ങനെ കയറാം. കണ്ടാ, നിങ്ങൾ തന്നെ നോക്കി, എന്നെ അടിപൊളിയായിട്ടാ സംഭവം നോക്കി. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുഴിയും വെള്ളം നിറച്ച് വായോ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ധൈര്യമുള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. വാ, ചുമ്മാ കയറി. ഇവിടെ വന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യേ. നിങ്ങൾ നോക്കിക്കേ, അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്നെ അടിപൊളിയായിട്ടാണ് നോക്കിയേ. ഇഷ്ടം പോലെ പച്ചപ്പ. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ വന്ന സമയം കറക്റ്റല്ല. അത് അവിടെ സാധാരണ ഉണ്ടല്ലോ നമുക്ക് കൃഷിയാ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ കൃഷിയില്ല, കൃഷിയെല്ലാം നിർത്തി വെച്ചിരിക്കുക. ഇവിടെ കണ്ടോ ആടൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ടോ? അത്രയും നല്ല രസമുണ്ട് ഇവിടെ. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ പാറ എടുത്തിട്ടുള്ള സ്ഥലമാണ്. നല്ല ആഴത്തിലാണ്, അപ്പുറം ഇപ്പുറം ഒക്കെ നല്ല ആഴത്തിലാണ് പാറ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അവിടാണ് ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വ്യൂ ഒന്നും കാണത്തില്ല. ഈ വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് തന്നെ നിന്ന് കാണണം. എന്നെ മനോഹരമാണെന്നറിയാം. സത്യം പറഞ്ഞാൽ വന്ന് കാണുക തന്നെ വേണം. വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് സ്ഥലപ്പേരൊന്നും പറയണ്ടേ? പിന്നെന്താ, സ്ഥലപ്പേര് പറയാം. പക്ഷെ അത് സസ്പെൻസ് ആണ്. അത് മാത്രമല്ല, ആർക്കെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ്. അത് കഴിയുമ്പോൾ അറിയാലോ അത് ഇത് ഒന്നാണോന്ന്. അങ്ങനെ കൊള്ളാല്ലേ. ഇവിടെ നോക്കിയാൽ ലവ് ചിഹ്നത്തിന്റെ ഒരു സാദൃശ്യം ഉണ്ടല്ലേ? ലവ് ചിഹ്നം തന്നെയല്ലേ? ഓ, ഇവിടെ സത്യം പറഞ്ഞ ഇവിടെ പാറയായിരുന്നു നേരത്തെ. അതെ, ഫുള്ള് പാറയായിരുന്നു. ആ പാറ മൊത്തം കുഴിച്ചെടുത്തിട്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് ഇപ്പൊ മാറിയത്. ഈ സൈഡിലാണേലും അങ്ങനെ തന്നെയാ. പക്ഷെ ഇതിന്റെ നടുക്കൂടെ മാത്രം ഇത് എടുത്തിട്ടില്ല. നടുക്കൂടെ നമുക്ക് താഴോട്ടൊക്കെ പോകാൻ പറ്റും. അയ്യോ, അതെ, പോയി നോക്കാം. ബാ, എനിക്ക് പേടിയാ, ഞാൻ വരുന്നില്ല. എനിക്ക് പേടിയൊന്നുമില്ല, വാ, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാ. കാറ്റ് പിടിക്കും. ഇല്ല, എന്നെ കാറ്റൊന്നും പിടിക്കത്തില്ല. സൂര്യൻ താന്നു വരുന്നു നോക്കെ. അവിടെ ഒന്നും അറിയില്ലേ? എന്റെ പൊന്നെ, എന്നാലും എന്തുമാത്രം താഴ്ചയില്ലേ. ഒരു എങ്ങനെ പോയാലും ഒരു 50 അടി അല്ലേ? അടിയോളം താഴ്ചയാണ് ഒരിക്കലേ. അയ്യോ, അങ്ങനെ സമയം ആ കൊച്ചു പിള്ളേരെ ഇതിലെ കൂടെ നടന്നു കണ്ടപ്പോ അങ്ങോട്ട് നടന്നു പോയത്. കാരണം എന്താ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ. കാരണം ഡെയിലി വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ അടിപൊളിയായിട്ടാ. ജസ്റ്റ് നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന ലാഘവത്തിലെ പിള്ളേർ ഇതിലെ വഴി അങ്ങോട്ട് നടന്നു പോയി. അതെ, നല്ല രസമാണ് ശരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇത്രയും പൊക്കത്തൊന്ന് കാണാനായിട്ട് നല്ല രസമാണ്. നല്ല രസമായിട്ട് കാണാൻ പറ്റും. കുറച്ച് പോയി നോക്കാം. പിന്നെന്താ, വായോ. എനിക്ക് വേണം, വാ. കാറ്റൊക്കെ വരുന്നേ, നോക്കി പോണേ. അയ്യോ, അന്നേരം അപ്പുറം ഇപ്പുറം എന്തുമാത്രം എത്ര മെട്രിക് ടൺ പാറയായിരിക്കും പൊട്ടിച്ച് മാറ്റിയേക്കുന്നില്ലേ? അതെ. അയ്യോ, ഇവിടെ കണ്ടോ, നിങ്ങൾ വിചാരിക്കണൊന്നുമല്ല. അതെ, വേണം നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരിക്കുവാനൊക്കെ പറ്റും. ഇരുന്നിട്ടാ നമുക്ക് പൊട്ടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ അവര് പൊട്ടിച്ചു തോന്നില്ല. പക്ഷെ എന്ത് മനോഹരമാണ്. പക്ഷെ ആ ഒരു പാറ ഇവിടെ നിന്നാൽ ഇത്രയും ഭംഗി വരത്തില്ലായിരിക്കും. മാറ്റിയപ്പോഴായിരിക്കും ഇത്രയും ഭംഗി ഇവിടെ വന്ന ഈ സ്ഥലത്ത്. അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ശരിക്കും നമ്മളൊരു കൊക്കയെ നിൽക്കുന്ന ഫീൽ ഇല്ലേ? അതെ, നമുക്കൊരു കൊക്കയെ നിൽക്കുന്ന ഒരു ഫീൽ. അതെ. ഓ, അവിടെ നിന്നൊക്കെ ചാടിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം കേട്ടെ, എന്തായിരിക്കും. ഇതിലെ അങ്ങ് പോകാൻ പറ്റുമെന്ന് തോന്നില്ലേ? നോക്കട്ടെ. ഇതിലേക്ക് ഇറങ്ങി താഴെ പോകാം കേട്ടോ. അയ്യോ, അവിടേക്ക് എങ്ങനെ അവര് ഇറങ്ങിപ്പോയതു? ജസ്റ്റ് ഇച്ചിരി വീതി മാത്രമേ ഉള്ളൂ. ശരിയാ, നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. അനിയന്മാരെ, എങ്ങനെ ഇറങ്ങിയടാ? വേണ്ട, ഞങ്ങൾക്ക് ധൈര്യം ഇല്ലടാ. എത്രയും അങ്ങോട്ട് വരാൻ ധൈര്യം ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ടാറ്റാ, ബൈ. കൊള്ളാലേ, വളരെ മനോഹരമായ സ്ഥലം. കുഴപ്പമില്ല.
കുഴപ്പമില്ല. കൊച്ചു പിള്ളേരുണ്ട് അവിടെ, നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കൊണ്ട് ഇതിലെ അങ്ങ് നടന്നിറങ്ങിച്ചില്ല കേട്ടോ. പക്ഷെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട്, അവർക്ക് പേടിയില്ല. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തൊരു ഉള്ളുകൊണ്ടൊരു ഭയം. കാരണം ഇവിടെ താഴ്ച അത്രയുണ്ട്. അങ്ങോട്ട് നോക്കി ഇത്രയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് താണ്ടി വന്നിട്ട് ഇവിടെ വന്ന് സ്ഥലം മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ്. നമ്മൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം യാത്ര, കൊല്ലത്തിന് യാത്ര ചെയ്ത് ഇവിടെ വന്നത്. പക്ഷെ വന്നത് നഷ്ടമായിട്ടില്ല അല്ലേ? ഒട്ടും നഷ്ടമായിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയം ഉള്ളവർ ഇങ്ങോട്ട് ഒരിക്കലും വരാൻ പാടില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനെന്ന്, നല്ല കൃഷിയിടങ്ങളും ഒക്കെ. വേറൊരു കാര്യമുണ്ട്, അങ്ങോട്ട് നോക്കിക്കേ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ടൈമിലാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല നല്ല ചെറിയൊരു ഇളം കാറ്റും നല്ല ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. നമുക്ക് സത്യം പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ ചില്ലടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. പക്ഷെ ചില്ലടിക്കാൻ വരുന്നവർ എന്താ പറയുക, കുറച്ച് അപകടവും കൂടിയുള്ള സ്ഥലമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ സ്ഥലമാണ്. അപ്പോൾ അതിലും വഴി നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നൊക്കെ വരാനായിട്ട് നല്ല രസമാണ്. പക്ഷെ കുറച്ച് റിസ്ക് കൂടുതലാണ്. പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റിയ, നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും എന്താ പറയുക, വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇത്. നമുക്ക് സ്ഥലപ്പേരൊക്കെ പറഞ്ഞാലോ? പിന്നെന്താ, വീഡിയോ കാണുന്ന പല ആൾക്കാർക്ക് സ്ഥലപ്പേര് അറിയാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അന്നേരം പത്തനംതിട്ട ജില്ലയിലേ? അതെ, പത്തനംതിട്ട ജില്ലയിൽ ഓതറ എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂതക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്ന സ്ഥലം. എന്നാലും കൊള്ളാം, അതിമനോഹരമായ ഒരു സ്ഥലം കേട്ടോ. അതെ അതെ, വന്നതിനകത്ത് ഒട്ടും നഷ്ടമില്ല. അവിടെ നിന്ന് ഇവിടം വരെ വന്നതിനകത്തൊന്നും ഒട്ടും നഷ്ടമില്ല. കുറേ ആൾക്കാർ കൃഷിയാണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ കൃഷി നിർത്തി വെച്ചിരിക്കുക. പക്ഷെ കൃഷി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ പോയിന്റ് സൂപ്പർ ആയിരിക്കും. നല്ല കാറ്റടിക്കുന്നുണ്ടല്ലേ? ഓ, നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല കാറ്റടിച്ച് മുടിയൊക്കെ പറക്കുന്നുണ്ട്. മതി മതി മതി, വാ 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 വാ. ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ഫോളോനും ഒട്ടും മറക്കേ ചെയ്തില്ലേ? അതെ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടത്തിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേ. ഏത് ചാനലാണ്? നമ്മൾ യൂട്യൂബ് ചാനൽ ന്യൂ എഡിസൺ ടെക് ട്രാവൽ അല്ലേ? അതെ, ന്യൂ എഡിസൺ ടെക് ട്രാവൽ ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ഇത് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ. അപ്പോൾ എല്ലാവരും അതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് പേടിയൊന്നുമില്ല ഇങ്ങനെ ഇറങ്ങിപ്പോവാനൊന്നും? നിരന്തരമായിട്ട് ഇറങ്ങി പോന്നേ എല്ലാ ദിവസവും. മതി മതി, തിരിച്ചു കയറിയാ മതി മതി, പോയത് മതി. വാ ഫസ്റ്റ്, വാ 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 വാ. അയ്യോ, സമ്മതിച്ചു കേട്ടോ. ഇങ്ങോട്ടും പേടിയില്ല, പണ്ട് മുതലേ വരുന്നേലേ. അപ്പുറത്തല്ലേ ഇതുപോലെ പാറ പൊട്ടിച്ചില്ല മൊത്തം? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനേ. നിങ്ങളെ സമ്മതിച്ചെന്ന് കേട്ടോ. ഡെയിലി ഇല്ല, താഴോട്ട് പോകാനുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലല്ലേ, ഇതിന് താഴോട്ടൊക്കെ പോയാൽ വെള്ളത്തിൽ പോകത്തില്ലടാ. ഇത്ര ആഴമുണ്ടോ? ഇതിന്റെ 2 ഇരട്ടിയോ? അയ്യോ എന്റെ പൊന്നെ. ഇല്ലില്ല, അപ്പുറം വഴിയുണ്ടല്ലേ? എന്നുവെച്ചാൽ ഈ ഇത്ര ഹൈറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു, ഞാൻ പറഞ്ഞ 50-60 100 അടിയോ 300 അടിയോ അറിയാൻ പറ്റുമോ? നമുക്ക് പോയി നോക്കിയാലോ? പോവാം, നടന്നോ?